രാവിലെ നേരം വെളുത്ത് കിടന്നുറങ്ങുന്നതിന് മുമ്പേ ഒരു 500 തവണയെങ്കിലും നമ്മുടെ ഋഷിയും അൻസിബയും റോക്കി ബായ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ ഒരു സംഭാഷണത്തിനിടയിൽ യമുന, അൻസിബ, നമ്മുടെ ഋഷി അപ്പോൾ ഋഷി പറയുന്നുണ്ട്, കളിക്കുകയാണെങ്കിൽ നമ്മുടെ റോക്കി ബായിനെ പോലെ കളിക്കണം. അതൊക്കെ ശരി തന്നെയാണ്, റോക്കി ബായിനെ പോലെ കളിക്കുകയാണെങ്കിൽ കളിക്കണം. പക്ഷേ റോക്കി ഒരാളെ തല്ലി പുറത്തായതാണ്, അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഋഷിയും അൻസിബയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ഇവരുടെ ലക്ഷ്യം എന്താണ്? റോക്കിക്ക് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി, അവരുടെ വോട്ട് വേണം. ആ 4 വോട്ടിന് വേണ്ടിയിട്ടാണ് ദിവസം നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മുടെ ഋഷിയും നമ്മുടെ അൻസിബയും റോക്കി ബായ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകാതിരിക്കാൻ അവർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഒരാൾ മേല് കൈ വെച്ചു എന്ന് വെച്ചാൽ അയാളെ തല്ലാൻ ആർക്കും അവകാശമൊന്നുമില്ല. റോക്കി നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അടിക്കുക എന്ന് പറഞ്ഞാൽ അയാളൊരു ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റിയ മത്സരാർത്ഥിയല്ല എന്ന് തന്നെയാണ്